പണ്ട് തിക്കോടിയൻ മാഷോട് 90-ാമത്തെ വയസ്സിൽ തിക്കോടിയൻ മാഷിനോട് നമ്മുടെ നാടകം അദ്ദേഹത്തിന് ഒരു സ്റ്റേജിൽ അന്നത്തെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇദ്ദേഹം 110 വയസ്സ് വരെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ആശംസയൊക്കെ നൽകി. തിക്കോടിയൻ മാഷി മറുപടി പറഞ്ഞു, അല്ല തിക്കോടിയൻ മാഷി അന്നേരം തന്നെ എഴുന്നേറ്റ് ചോദിച്ചു, എൻ്റെ അച്ഛൻ തരുമോ എനിക്ക് 100 വയസ്സ് വരെ ചെലവിനെന്ന് ചോദിച്ചു. എനിക്ക് ആകാശവാണിയിൽ നിന്ന് ഞാൻ പിരിഞ്ഞത്, എനിക്ക് പെൻഷൻ പോലും ഇല്ല, എൻ്റെ അച്ഛൻ തരുവിടാന്ന് ചോദിച്ചു. അതുപോലെ ഈ പുസ്തകമൊക്കെ വെക്കാനുള്ള താലത്താ. ഇപ്പൊ ഈ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ റീഡിങ്ങിന്റെ ഒരു പുസ്തകങ്ങളെ വേണ്ട, പ്രിന്റ് വേണ്ട, ഓൺലൈനിൽ എഴുതിക്കൂടെ? ദീക്ഷേട്ടൻ എന്തുകൊണ്ടാണ് ഓൺലൈനിൽ എഴുതാത്തത്? എനിക്ക് കൈകൊണ്ട് എഴുതാനാണ് ഇഷ്ടം. അത് പാരമ്പര്യവാദിയാണ്. ചില കാര്യങ്ങളിൽ ഞാൻ പാരമ്പര്യവാദി. ഏതിലൊക്കെയാണ് ഈ പാരമ്പര്യവാദം സൂക്ഷിക്കുന്നത്? പ്രണയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പുതിയ പ്രണയത്തിൽ എന്ന് പറഞ്ഞാൽ പാരമ്പര്യവാദമുള്ള പ്രണയം ഇങ്ങനെ ദീർഘമായി മുന്നോട്ട് പോവില്ലേ? ഇല്ല, രമണന്റെ പ്രണയം മുന്നോട്ട് പോയില്ല. അത് അന്നത്തെ പാരമ്പര്യത്തെ മുറിച്ചു കിടക്കുന്ന പ്രണയമായിരുന്നില്ല സുധീഷ് ചേട്ടാ. രമണനും ചന്ദ്രയും എന്താണ് ചന്ദ്രയും ഇവരൊക്കെ തമ്മിലുള്ള അന്നത്തെ പാരമ്പര്യത്തിന് ഒരു പ്രണയവും മുന്നോട്ട് പോയി.